പഠിക്കാനുള്ള അടങ്ങാത്ത മോഹത്തിന് മുന്നിൽ പ്രതിബന്ധങ്ങൾ ഏതുമില്ലെന്ന് തെളിയിക്കുകയാണ് ചാവക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 തുല്യതാ പരീക്ഷ എഴുതുന്ന 180ഓളം പേർ. വീട്ടമ്മമാരും ബിസിനസ്സുകാരും ആശാവർക്കർമാരും അംഗൻവാടി അധ്യാപികമാരും ഓട്ടോ ഡ്രൈവർമാരും പരീക്ഷ എഴുതുന്നവരുടെ കൂട്ടത്തിലുണ്ട്. കൊമേഴ്സിൽ 30ഉം ഹ്യൂമാനിറ്റീസിൽ 91മായി 121 പേരാണ് +2വിനുള്ളത്. +2വിന് പരീക്ഷ എഴുതുന്ന ഭർത്താവ് നജീബും +1 എഴുതുന്ന ഭാര്യ ഷിബിനയും പഠിതാക്കളുടെ കൂട്ടത്തിലുണ്ട്. +2 കഴിഞ്ഞും തുടർ പഠനം നടത്തണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് നജീബ് പറഞ്ഞു. ഞാനിപ്പോൾ തുല്യതയിൽ +2 എഴുതുന്നുണ്ട്. കഴിഞ്ഞ വർഷം +1 എഴുതി, ഇപ്രാവശ്യം +2 എഴുതുന്നുണ്ട്. എൻ്റെ വൈഫ് എഴുതുന്നുണ്ട്. ഈ വൈകിയ വേളയിലേക്ക് ഇനി പഠിക്കാൻ പറ്റുമെന്ന് യാദൃശ്ചികമായിട്ട് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ അങ്ങനെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു. ഇനിയും പഠിക്കണം, ഇനി ഡിഗ്രിക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വൈഫും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഇനി പഠിക്കും. 1992 ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയ പ്രീ ഡിഗ്രി പൂർത്തിയാക്കുന്നതിനായി +2 എഴുതുന്ന ആശാ വർക്കർ PK സുശീലയും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനിയാണ്. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളിത് ജയിക്കണം. ഞങ്ങൾക്ക് ഇതിൽ പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് ഇനിയുള്ള തുടർന്നുള്ള പഠനത്തിന് ഇത് ഭാഗമാകണം. പിന്നെ അവർക്ക് എന്തെങ്കിലും PSC പരീക്ഷകൾ എഴുതാനോ അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിലെല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് ഏതെങ്കിലും വേക്കൻസിയിൽ കയറാനായിട്ട് ഈ പഠനം പുരോഗതി ഉണ്ടാവട്ടെ, ഇനി വരുന്ന തലമുറകൾക്കും ഇതുണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. തൻ്റെ നിലച്ചുപോയ പഠനം പൂർത്തിയാക്കുന്നതിനൊപ്പം തങ്ങൾക്കൊപ്പമുള്ള പ്രായം കുറഞ്ഞ പഠിതാക്കൾ ഈ പരീക്ഷയിലൂടെ മികച്ച ജോലികളിലെത്തണം എന്ന ആഗ്രഹവും സുശീല പ്രകടിപ്പിച്ചു. ഈ മാസം അവസാനത്തോടെയാണ് പരീക്ഷകൾ അവസാനിക്കുക. 2 മാസത്തിനുള്ളിൽ റിസൾട്ട് വരികയും ചെയ്യും. ഭൂരിഭാഗം പേർക്കും തുടർന്ന് പഠിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്ന് സെൻറ്റർ കോർഡിനേറ്റർ KS മഞ്ജു പറഞ്ഞു.